This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajmal. അവർ TV 24/7 വാർത്താ അവലോകനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് നല്ല ഒരു വാർത്താ അവലോകനമായിട്ട് തന്നെ ഈ ആഴ്ചത്തെ അവലോകനം തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും ആദ്യമായി തന്നെ റമദാൻ ആശംസകൾ നേരുകയാണ്. ഈ വർഷത്തെ റമദാൻ ടു ലാസ്റ്റ് 30 days ഉണ്ടാകും എന്നാണ് ഇവിടുത്തെ അസ്ട്രോണട്സ് അതോറിറ്റി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് പീരീഡ് 13 hours വരെ പോകാൻ സാധ്യതയുള്ളതായും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. 30 ദിവസത്തെ നോൻപ് ആണ് ഞങ്ങൾ പിടിക്കുന്നത് എങ്കിൽ റമദാൻ വിൽ ബി 31 March ആയിരിക്കും. അതുകൊണ്ട് അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പ്രിപ്പറേഷനും എല്ലാവരും അതനുസരിച്ച് ചെയ്യുകയും എല്ലാവർക്കും എല്ലാ ആരോഗ്യവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിശുദ്ധമായ റമദാനിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കേരള വാർത്തയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ചാലക്കുടിയിൽ നടന്ന ഫെഡറൽ ബാങ്കിൻ്റെ ഒരു റോബറിയെക്കുറിച്ചാണ് ഞങ്ങൾ ഈ അവലോകനത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രതിയെ 56 മണിക്കൂറുകൾ കൊണ്ട് കേരള പോലീസ് പിടിച്ചു എന്നുള്ളത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രശംസനീയമായ ഒരു അംഗീകാരമാണ്. പക്ഷെ ഞങ്ങൾ ഈ വാർത്തയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു അവലോകനമാണ്. ഈ പ്രതിയെ പിടിക്കാൻ ഉണ്ടായ സാഹചര്യം വളരെ പ്രധാനമാണ്. കാരണം പ്രവാസികളായ ആളുകൾ, ഗൾഫ് ആയിക്കോട്ടെ, അമേരിക്ക, ജപ്പാൻ, എവിടെയുള്ള പ്രവാസികളായിരുന്നാലും അവരുടെ എല്ലാം നമ്മുടെ എല്ലാം കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പാരൻസ്, കുടുംബാംഗങ്ങളൊക്കെ തന്നെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സാമൂഹിക സുരക്ഷിതത്വം പലപ്പോഴും ഒരു ചോദ്യചിഹ്നമായി പല സന്ദർഭങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതിയെ പിടിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നത് അദ്ദേഹത്തെ കൊണ്ടുവന്ന ഒരു CCTV ദൃശ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂട്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്കൂട്ടറിൻ്റെ യാത്രാമധ്യയിൽ പല ഡ്രസ്സുകൾ അദ്ദേഹം മാറുകയും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷൂസ് മാറാൻ അദ്ദേഹം കാണിച്ച ഒരു ഫെയിലുവറാണ്. അത് ഷൂസ് മാറ്റാതിരുന്ന ഒരു കാരണമാണ് യഥാർത്ഥത്തിൽ പ്രതിയിലേക്ക് എത്തിച്ചേർന്ന ഒരു സംഭവം. ഇതെല്ലാം ലഭിച്ചത് പല ഭാഗങ്ങളിൽ വെച്ചിട്ടുള്ള CCTV ഫൂട്ടേജുകൾ സീരിയസ് ആയിട്ട് പോലീസ് വെരിഫൈ ചെയ്തപ്പോഴാണ് ഈ പ്രതിയിലേക്ക് പെട്ടെന്ന് തന്നെ പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് CCTVയുടെ പ്രാധാന്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്കുള്ള ഒരു നിർദ്ദേശം എന്നത് ഞങ്ങൾ പ്രത്യേകിച്ച് പ്രവാസികളായ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീടുകളിൽ ഇതൊരു എക്സ്പെൻസാക്കി കാണാതെ, അല്ലെങ്കിൽ ഒരു അഡീഷണൽ എക്സ്പെൻസായി കാണാതെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ വളരെ കുറഞ്ഞ വിലയ്ക്ക് CCTVയും അതിൻ്റെ മറ്റു ഉപകരണങ്ങൾ ലഭിക്കും. അല്ലെങ്കിൽ തന്നെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ വീടുകളിൽ ഈ CCTV ഇൻസ്റ്റാൾ ചെയ്യാൻ ഞങ്ങൾ വളരെ സ്ട്രോങ്ലി ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ്. കാരണം ഞങ്ങളുടെ പാരൻസുകൾക്ക് സുരക്ഷിതത്വം നൽകുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഫ്രീ ആയ ടൈമുകളിലൊക്കെ തന്നെ നമ്മുടെ വീടും പരിസരവും ഈ അവലോകനത്തിൽ ഞങ്ങൾ പ്രധാനമായും ഊന്നൽ നൽകുന്നത് പ്രവാസികളായ എല്ലാവരും അവരുടെ വീടുകളിൽ CCTV സ്ഥാപിക്കുന്നതിന് മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം. കാരണം ഒരു CCTV ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ക്രൈം പ്രിവെൻഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നടക്കുകയാണ്. കാരണം ഏതൊരു കള്ളനും വരുമ്പോഴും ആദ്യം നോക്കുന്നത് ഞങ്ങൾ സുരക്ഷിതരാണോ എന്നാണ് കള്ളനും ചിന്തിക്കുന്നത്. അവിടെ ഒരു CCTV മോണിറ്റർ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഒരു പ്രൊഫഷണൽ
തീഫ് അല്ലാതെ മറ്റൊരാൾക്ക് അതിനെ ക്രോസ് ചെയ്ത് പോകാൻ വലിയ പാടാണ്. കാരണം പ്രതി പിടിക്കപ്പെടും. 2, പ്രവാസികളായ ഞങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ പാരൻസുകൾ സുരക്ഷിതരാണോ എന്ന് നമുക്ക് എല്ലാ ദിവസവും ഉറപ്പുവരുത്താനും കഴിയും. CCTVയുടെ ഒരു ഇൻസ്റ്റാളേഷൻ ഒരു അധിക ബാധ്യതയായി കാണാതെ നമ്മുടെ ഒരു ആവശ്യം ആണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് വീടും പരിസരവും CCTV സർവീലൻസിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഇത് ഒരുപാട് ക്രൈംസ് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വത്തിന് ഒരുപാട് ഗുണകരം ചെയ്യും എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. മറ്റൊരു വാർത്താ പ്രാധാന്യത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു വിഷയം എന്നത് സ്ട്രോങ് എർത്ത് കേക്ക് റാറ്റിൽസ് റെസിഡൻസ് ഇൻ ഡൽഹി. എന്താണ് ഈ ഒരു വാർത്ത പറഞ്ഞു എന്നായിരിക്കും ഒരുപക്ഷെ പ്രേക്ഷകർ ചോദിക്കുന്നത്. പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്നത് എർത്ത് ക്വേക്ക് ഇന്ന് ലോകത്ത് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെ എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അത് നമ്മൾ ചിലപ്പോൾ സന്ദർശിക്കുന്ന രാജ്യമാകാം, അല്ലെങ്കിൽ നമ്മുടെ മാതൃരാജ്യമാകാം, എവിടെയും സംഭവിക്കാം. പക്ഷേ എർത്ത് ക്വേക്ക് എന്ന ഒരു സംഭവം നടന്നാൽ അതിന് എങ്ങനെ നേരിടാം എന്നുള്ളത് പല ആളുകൾക്കും അജ്ഞരാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഞാനൊരു സെക്യൂരിറ്റി പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് അല്പം പ്രാധാന്യം ഞാൻ കൊടുക്കുന്നു. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ട്രിമർ, അതായത് ഒരു എർത്ത് ക്വേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നു, അതായത് ഒരു ബിൽഡിങ് ഷിവർ ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എർത്ത് ക്വേക്ക് എവിടെയാണോ നടക്കുന്നത് അവിടെ നമ്മൾ പാനിക്കാകാതിരിക്കുവാൻ ആദ്യം ശ്രമിക്കുക. കാരണം ഒരു എർത്ത് ക്വേക്ക് നടന്നു കഴിയുമ്പോൾ പെട്ടെന്നൊരു ഭൂമി കുലുങ്ങുമ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി അത് ബാധിക്കാം. പെട്ടെന്ന് തന്നെ പരിഭ്രാന്തരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇറങ്ങി ഓടാനുള്ള ടെൻഡൻസി ചിലപ്പോൾ കൂടുതലായിരിക്കും. അതിലൂടെ തന്നെ ഒരു വലിയ അപകടം നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എർത്ത് ക്വേക്ക് നടന്നാൽ ആദ്യം ചെയ്യേണ്ടത് പരിഭ്രാന്തരാകാതെ നമ്മൾ ക്ഷമയോടുകൂടി അതിനെ നേരിടുക. രണ്ടാമത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ എർത്ത് ക്വേക്ക് നേരിടുന്നത് അവിടെ സുരക്ഷിതമായ സ്ഥലത്ത് നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പം ഞങ്ങളൊരു ഓഫീസിലാണ് ഇരിക്കുന്ന സമയത്താണ് ഒരു എർത്ത് ക്വേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ടേബിളിൻ്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ അഭയം പ്രാപിക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ എവിടെ പോയിട്ട് ഒരു ജനലിൻ്റെ ഭാഗത്ത് പോയി നിൽക്കാൻ പാടില്ല. കാരണം ജനൽ ചിലപ്പോൾ പൊട്ടി നമുക്ക് ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ സംഭവിക്കും. അതുകൊണ്ട് തന്നെ മുകളിലുള്ള സീലിംഗ് പൊട്ടി നമ്മുടെ തലയിലേക്ക് വീണ ആക്സിഡൻറ്റ് സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് സുരക്ഷിതമായി നമ്മുടെ തലയും മറ്റു ശരീരഭാഗങ്ങളും എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് മാറ്റി വെക്കാൻ പറ്റിയത് എവിടെയാണോ അവിടെ നമ്മൾ ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. അപ്പോഴും പരിഭ്രാന്തരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തേത്, ഒരിക്കൽ നമുക്ക് ഫീൽ ചെയ്യുകയാണ് ഇത് എർത്ത് ക്വേക്ക് തീർന്നു എന്ന് നമുക്ക് തോന്നുകയാണ് എങ്കിൽ മാത്രം നമ്മൾ ആ സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് പുറത്തു വന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കാനും അതുപോലെ നമുക്ക് ചലിക്കാനും ഒരു പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫയർ എക്സിറ്റ് ഡോറോ അല്ലെങ്കിൽ എമർജൻസി എക്സിറ്റിലൂടെ ഞങ്ങൾ പുറത്തേക്ക് കടക്കാൻ പാടുള്ളൂ. നമ്മൾ സ്റ്റെബിലിറ്റി ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു സുരക്ഷിതമായ വാതിലിലൂടെ പുറത്തേക്ക് കടക്കാൻ പാടുള്ളൂ. കാരണം എർത്ത് ക്വേക്ക് നടക്കുന്ന സമയത്താണ് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു വലിയ അപകടമായിരിക്കും നമ്മളെ തേടിയെത്തുന്നത്. കാരണം ഓടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്തായിരിക്കും ഈ ബിൽഡിംഗ് ഒരു പക്ഷേ ഫാളിംഗ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫാളിംഗ് ഓബ്ജക്ട്സ് നമ്മുടെ ശരീരത്തിൽ വീഴാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി ഇല്ലാതെ തന്നെ ഞങ്ങൾ മറിഞ്ഞു വീഴാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഞ്ചുറീസുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മരണസാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പോൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എർത്ത് ക്വേക്ക് നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തിയിട്ട് ഓപ്പണായ ഒരു സ്ഥലത്ത് അഭയം പ്രാപിക്കുക. എമർജൻസി നമ്പർ എല്ലാവരും അതാത് രാജ്യങ്ങളിലെ എമർജൻസി നമ്പറുകൾ ഓർത്തിരിക്കുവാൻ ശ്രമിക്കുക. ഇപ്പോൾ UAE-യിലുള്ളവർക്കാണെങ്കിൽ 9999 ആണ് പോലീസ്. ആ പോലീസിൻ്റെ നമ്പറിൽ എമർജൻസി ആയിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു മുൻകരുതൽ നടപടികൾ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും ഇതൊരു അവയർനെസ് ടിപ്സ് ആയിരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. മറ്റൊരു
വാർത്താ പ്രാധാന്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അല്പം ഡീറ്റെയിൽഡ് ആയിട്ടൊരു വിഷയമാണ്, എങ്കിലും കുറച്ച് സമ്മറൈസ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. അണ്ടർസ്റ്റാൻഡ് ഗ്രേസ് പീരീഡ് റൂൾസ് ടു അവോയ്ഡ് ഓവർ സ്റ്റേ കോംപ്ലിക്കേഷൻസ്. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ വിസ ക്യാൻസലേഷന് ശേഷം അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ വന്നതിന് ശേഷം ഒക്കെ തന്നെ പലപ്പോഴും പല ആളുകളും ഈ ഓവർ സ്റ്റേ എന്ന ഒരു വിഷയത്തിൽ പെടാറുണ്ട്. അങ്ങനെ ഓവർ സ്റ്റേ ചെയ്യുന്നവർക്ക് ഒരു ഫൈൻ ഉണ്ട് എന്ന് അതോറിറ്റി ഈ വാർത്താമാധ്യമങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൺ ദ ക്യാൻസലേഷൻ ഓഫ് എ റെസിഡൻസ് വിസ, ഒരു റെസിഡൻസ് വിസ, അപ്പോൾ നമ്മുടെ ഉള്ള റെസിഡൻസ് വിസ ക്യാൻസലായി കഴിഞ്ഞാൽ അതിന് ചിലർ ചേഞ്ച് ഓഫ് വിസ സ്റ്റാറ്റസ് എന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറാറുണ്ട്. ചിലർ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പോകാറും ഉണ്ട്. അപ്പോൾ ഈ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിയറസ്റ്റ് ആയിട്ടുള്ള ആമറിലോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പിംഗ് സെൻറ്ററിലോ പോയി അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ചെയ്യുന്നവർ അവർക്ക് ഇവിടെ നിൽക്കേണ്ട സമയം, അവർ എത്ര ദിവസങ്ങൾക്കുള്ളിൽ വിസ ക്യാൻസൽ പുതിയ വിസ എടുക്കണം, അതിന് എത്ര രൂപയുടെ ഫീസുണ്ട്, ഇതെല്ലാം തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ആമർ സർവീസിലോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ടൈപ്പിംഗ് സെൻറ്ററിലോ പോയി അതിൻ്റെ എല്ലാ പ്രോസസ്സുകളും അതിൻ്റെ ക്രമത്തിൽ തന്നെ ചെയ്യണം. അതായിരിക്കും ഒരു ഓവർ സ്റ്റേ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനുള്ള ആദ്യത്തെ ഒരു മാർഗനിർദ്ദേശം. അതുപോലെ തന്നെ നോർമലി മോസ്റ്റ് എക്സ്പാട്രിയേറ്റ്സ് ആർ അലൗഡ് ടു സ്റ്റേ ഇൻ ദ UAE ഫ്രം 30 to 60 ഡേയ്സ് ആഫ്റ്റർ ക്യാൻസലേഷൻ ഓർ എക്സ്പയറി ഓഫ് ദെയർ റെസിഡൻസ് വിസ. ഇപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു വിസ ക്യാൻസലേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചില കാറ്റഗറിക്ക് 30 ദിവസവും അത് 60 ദിവസം വരെ നിൽക്കാനുള്ള ഒരു പെർമിറ്റ് സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അതിൻ്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ ആമറിലും ടൈപ്പിംഗ് സെൻറ്ററിലും ലഭ്യമാണ്. തീർച്ചയായിട്ടും ഇത് സംബന്ധിക്കുന്നതായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ നിയമങ്ങൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ്. UAEയുടെ നിയമങ്ങൾ അനുസരിച്ച് നമ്മളെല്ലാവരും UAEയുടെ നിയമങ്ങൾ അനുസരിച്ച് ഫൈനൊന്നും വരാതെ തന്നെ ഈ വിസ ചേഞ്ച് സ്റ്റാറ്റസും ക്യാൻസലേഷനും അതുപോലെ തന്നെ മറ്റു റെസിഡൻസ് വിസ സംബന്ധമായ കാര്യങ്ങളും ചെയ്യുവാൻ ഞങ്ങൾ എടുത്ത് പറയുകയാണ്. എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് UAEയിൽ ഓടുന്ന പ്രധാനപ്പെട്ട ഒരു മലയാള ചിത്രത്തിൽ എടുത്തു പറയാൻ പറ്റിയത് പൊന്മാനാണ്. പൊന്മാൻ ഒരുപാട് ദിവസമായിട്ട് UAEയിൽ ഇത് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്ക് സിനിമയിൽ ഇത് ലഭ്യമാണ്. മലയാളികൾക്ക് പൊന്മാൻ നല്ലൊരു ചിത്രമായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിലും ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരു വടക്കൻ ഗീരകഥ, നമ്മുടെ ഇതിഹാസ നായകൻ്റെ ഒരു റിവിഷൻ ആണ്. സത്യത്തിൽ അത് ദിനം പ്രതി അതിൻ്റെ അഭിപ്രായം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ അഭിപ്രായങ്ങൾ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ആ ചിത്രത്തിൻ്റെ വിജയവും അതിനനുസരിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ വീരഗാഥ മലയാളികൾക്ക് ഒരു ട്രീറ്റ് തന്നെയായിരിക്കുമെന്ന് അല്പം എൻ്റെ വ്യക്തിപരമായി ഞാൻ നിർദ്ദേശിക്കുകയാണ്. മുഫാസ ഈ ആഴ്ചയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് മൂവിയാണ്. കുട്ടികൾക്കും പാരൻസിനും കുട്ടികൾക്കും ഒക്കെ ഇത്രയധികം ഒരു ട്രീറ്റുള്ള ഒരു ചിത്രം വേറെ ഉണ്ടാവും തോന്നുന്നില്ല. തീർച്ചയായിട്ടും മുഫാസ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മൂവിയാണ്. താല്പര്യമുള്ളവർക്ക് ഈ ചിത്രം നല്ല ഒരു മൂവിയായിരിക്കും. തമിഴ് ചിത്രമുണ്ട്. നിലവുക്ക് എന്ന പേര് തുടങ്ങുന്ന ഒരു തമിഴ് ചിത്രം ഓടുന്നുണ്ട്. അതിനും പ്രേക്ഷകങ്ങൾ നല്ല ഒരു സ്വീകരണമാണ് UAEയിൽ കിട്ടിയിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മലയാള ചിത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഈ ചിത്രം കണ്ടിട്ട് കുഞ്ചാക്കോ ബോബൻ തിയേറ്ററിൽ വെച്ച് പൊട്ടിക്കരയുന്ന ഒരു വാർത്തയാണെന്ന് വാർത്താമാധ്യമങ്ങളിൽ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. അത്രമാത്രം ആ കുഞ്ചാക്കോ ബോബനിൽ പോലും താനാണ് അഭിനയിച്ചതെന്ന് മറന്ന് ആ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് കണ്ട് അദ്ദേഹം പൊട്ടിക്കരയുന്നത് സത്യത്തിൽ മലയാള പ്രേക്ഷകർ വളരെയധികം ആശ്ചര്യത്തോടു കൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല സിനിമയായിരിക്കും. അവർ TV 24/7 വാർത്താ വിശകലനവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.